ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡക്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബാച്ചിലർ സ്പെഷ്യൽ റെസിപ്പിയാണ്. സബോള വഴറ്റി അധികം സമയമൊന്നും കളയാതെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അതിനായിട്ട് ഞാനിവിടെ 1.25 കിലോ താറാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ 1.25 കിലോ. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ആ താറാവിൻ്റെ മീറ്റ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 വലിയ സവോള, ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക, ചതച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ആദ്യം തന്നെ കുക്കർ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 2 വിസിലും കൂടി വരുത്തുക. അത് കഴിഞ്ഞിട്ട് ഫുള്ള് ആവി പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയമെടുക്കും ആവി പോവാൻ. ഇനി ബ്രോയിലർ താറാവാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ആവി കളയാൻ വെച്ചതിന് ശേഷം, അതായത് മുഴുവനായിട്ട് ആവി പോയതിന് ശേഷം തുറക്കുക. അപ്പോൾ താറാവൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടികട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 8 ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള താറാവിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്നും കൂടി ഒന്ന് തിക്കായിക്കോളും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡക്ക് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അപ്പവും ചപ്പാത്തി, നാൻ, അങ്ങനെയുള്ള ബ്രെഡ് ഐറ്റംസ് അങ്ങനെ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി മാച്ച് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.